പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇപ്പോൾ പലരും പറയുന്നത് അതാണ്, കുറച്ചുകൂടെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനോ അതൊക്കെ ആയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അത്രയ്ക്കുള്ളൂ. പാലക്കാടൊക്കെ ഉഴുതുമറിച്ചാൽ ജയിക്കുമായിരുന്നു. അതായത് പൊതു വോട്ടുകൾ കുറച്ചുകൂടി വരും. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്നുള്ള അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പാലക്കാട്ട് ഭാരതീയ ജനതാ പാർട്ടി അടിത്തറ വലിയ ശക്തമാണ്. 40,000 വോട്ടുകൾ മണ്ഡലത്തിൽ ചെറിയ വോട്ടൊന്നുമല്ല. ആ അടിത്തറ ഉണ്ടെങ്കിൽ മേൽക്കുരയ്ക്ക് ചെറിയ മാറ്റം ഉണ്ടാക്കി കാരണം 2021 പ്രവർത്തിച്ച മെട്രോ സ്റ്റേഷനിൽ പ്രവർത്തിച്ച സജീവ പ്രവർത്തനം 50% പ്രവർത്തനം വരിക. ഇതൊന്നും തിരുവനന്തപുരത്തുകാർക്കോ കോഴിക്കോട്ടുകാർക്കോ ഇവിടെ വന്നാൽ അറിയില്ല. നമുക്കറിയാം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എനിക്ക് ഉത്തരവാദിത്തം ഇവിടെ ഒരു ബൂത്തിൻ്റെ ചാർജാണ്, എൻ്റെ ബൂത്തിൻ്റെ. ആ ചാർജ് ഞാൻ നിറവേറ്റി 80% വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ചാർജൊന്നുമില്ല. അവരൊക്കെ പ്രവർത്തകർ ചോദിക്കേണ്ടത് നമ്മളെപ്പോലെ ആൾക്കാർക്ക് ചോദിക്കുന്നില്ല, ഞങ്ങൾക്ക് ഉത്തരവില്ല. അതിൻ്റെ ഒരു പ്രത്യേകത മേൽക്കുരയിൽ വന്ന പാഴ്ചയാണിത്. അതിൽ അടിത്തട്ടിലുള്ള ഒരു പാഴ്ചയില്ല. നമസ്കാരം. ഒ രാജഗോപാലിന് ശേഷം കേരള നിയമസഭയിലേക്ക് BJP ടിക്കറ്റിൽ എത്തുക സി കൃഷ്ണകുമാർ ആണ് എന്ന് ഉറപ്പിച്ച പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി പാലക്കാട്ടെ തോൽവി. BJP കോട്ടയെന്ന് ആവർത്തിക്കുന്ന നഗരസഭയിലും വിള്ളൽ വീഴ്ത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പ്. വോട്ടെണ്ണലിന്റെ തലേ ദിവസം തന്നെ സൈബർ ഇടങ്ങളിൽ വിജയാഘോഷം ആരംഭിച്ച അനുഭാവികൾക്ക് മുന്നിൽ ഈ കോട്ടയിലെ ചോർച്ച എങ്ങനെ വിശദീകരിക്കാനാകും? വോട്ട് നഷ്ടത്തിന്റെ കൂട്ടിക്കിഴിക്കലുകൾക്കിടെ പാലക്കാട്ട് BJPയിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് എതിരെ തുറന്നടിച്ച് ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ രംഗത്തു വന്നു. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നായിരുന്നു സന്ദീപ് വചസ്പതിയുടെ ആവശ്യം. ഏറ്റവും അനുകൂലമായ മണ്ഡലത്തിൽ ഏറ്റവും സ്വീകാര്യനായ നേതാവിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനാകുന്നില്ല എങ്കിൽ നേതൃത്വത്തിന് എന്തോ പാളിച്ചയുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്. സന്ദീപ് വാര്യരുടെ പോക്കോടെ അകന്നു നിന്നവരും ഒരുമിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടും ഒറ്റക്കെട്ടായി വോട്ടുകൾ ബൂത്തിൽ എത്തിച്ചിട്ടും താമര വിരിഞ്ഞില്ല എങ്കിൽ അവകാശവാദങ്ങളും യാഥാർത്ഥ്യവും രണ്ടും രണ്ട് എന്ന് നേതാക്കൾ തിരിച്ചറിയണ്ടേ? പ്രാദേശികമായി വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെ തുറന്നു പറയുമ്പോൾ ആ എതിർപ്പ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രസക്തമാകുന്നത് പാലക്കാട്ടെ BJP വോട്ടുകൾ ചോർന്നതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ്. BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന BJP നേതാവ് ശ്രീ P കൃഷ്ണദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, ശ്രീ മിഥുൻ വിജയകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, വോട്ടെണ്ണലിന്റെ തലേ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ ഒരു പരാമർശം തൃശ്ശൂരിന് പിന്നാലെ പാലക്കാട് എന്നാണ്. അതായത് വയനാടും ചേലക്കരയും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂരിന് പിന്നാലെ ഒരു നിയമസഭയിലേക്ക് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, അത് പാലക്കാട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാകട്ടെ പാലക്കാട് നേരിട്ടെത്തി ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ സജീവമായി വോട്ട് ചോദിച്ച് കൃത്യമായ കണക്കുകൾ, ഉള്ളടക്കങ്ങൾ എല്ലാം പരിശോധിച്ച് വിജയം നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അവിടെയാണ് BJPക്ക് കനത്ത തോൽവി നേരിട്ടത്. ആ തോൽവിയുടെ ആഘാതം എന്നത് നേതൃത്വത്തിന് ന്യായീകരിക്കാവുന്ന ഒന്നാണോ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ, ദേശീയ നേതാക്കൾ, സംസ്ഥാനത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ദേശീയ നേതാക്കൾ അടക്കമുള്ള മുഴുവൻ ആളുകളും പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി അവരുടെ പ്രവർത്തനത്തിന്റെ പങ്കുവഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും പാലക്കാട് മാത്രമല്ല വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെയും ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട്
സംഘടനാപരമായി BJP ഏത് തരത്തിലാണോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമാകുന്നത് അല്ലെങ്കിൽ അതിനെ പ്രാപ്തമാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് വിജയത്തിൽ കുറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും താഴെ തട്ടുവരെയുള്ള പ്രവർത്തകർക്ക് എല്ലാ മെഷീനറിയും ചലിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ചില ബൂത്തുകളിൽ BJPക്ക് കാര്യമായിട്ടുള്ള വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ബൂത്തുകളിലും ചെറിയ തരത്തിലുള്ള വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. ആകെ BJPക്ക് നേരത്തെ ലഭിച്ചിരുന്ന, അതായത് 2021 ലഭിച്ചിരുന്ന വോട്ടിൽ നിന്ന് ഏതാണ്ട് 10,000-ത്തിലധികം വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. 10,000-12,000 വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ 2021 നമുക്കറിയാം BJP ആ തെരഞ്ഞെടുപ്പിൽ ശ്രീ E. ശ്രീധരൻ, ലോകമറിയപ്പെടുന്ന കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ E. ശ്രീധരനാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എല്ലാവരും അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പാലക്കാട് ജനപിന്തുണ ലഭിക്കാൻ കഴിയുന്ന, വോട്ട് ലഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട E. ശ്രീധരൻ. അദ്ദേഹത്തിന് ആ തരത്തിൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാൻ കാരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ, BJP ജയിക്കാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനം, അതിന്റെ എല്ലാം പരിണിത ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ പരാജയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ലഭിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാം BJPക്ക് ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ ഏകദേശം ശരാശരി എന്ന് പറയുന്നത് ഒരു 40,000 വോട്ടുകളുടെ അടുത്ത് നിൽക്കുന്ന വോട്ടുകളാണ്. 40,000-മോ 41,000-മോ 42,000-മോ. അവിടെയാണ് ശ്രീ കൃഷ്ണദാസ് താങ്കൾ പറയുന്നത് പോലെ മെട്രോമാന് ലഭിച്ച വോട്ടുകൾ, അതായത് ഈ വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അടക്കം വന്നിട്ട് ചോദിച്ചത് മെട്രോമാന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത തങ്ങൾക്ക് ലഭിക്കുമോ എന്നാണ്. അല്പസമയം മുമ്പ് ഞങ്ങളുടെ സ്ക്രീനിൽ 2011 മുതൽ BJPക്ക് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന വോട്ടുകളുടെ ഒരു ഡേറ്റയാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അവിടെ 2011 ഏതാണ്ട് 22,000 എന്ന് പറയുമ്പോൾ അത് 2016 ആകുമ്പോൾ ഇരട്ടിയിലേക്കാവുകയാണ്, 40,000. അതാണ് 21 E. ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയായിരിക്കാം 50,000-ത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അത് വീണ്ടും താഴ്ന്ന് 39-ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. അതിനൊക്കെ അപ്പുറത്ത് താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിക്കാനാകുമായിരുന്നില്ല. അത് വയനാട്ടിലോ ചേലക്കരയിലോ അല്ല, മറിച്ച് പാലക്കാടായിരുന്നു എന്നതും വ്യക്തമാണ്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റകൾ അത് തൃപ്തിപ്പെടുത്തുന്ന ഒരു കണക്കാണ്, ഒരു ന്യായത്തിനപ്പുറം. അഭിലാഷ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് BJPയുടെ പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾക്ക് ഇതിന്റെ ഒരു സാഹചര്യം കൂടി ഒന്ന് കാണാതെ പോയിക്കൂടാ. ഇപ്പൊ BJPക്കെതിരെ നിങ്ങളടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന ചില വിമർശനങ്ങളുണ്ട്. BJPയുടെ വോട്ടുകൾ കുറഞ്ഞു, അത് പലതരത്തിൽ BJP നേതാക്കന്മാരുടെ തന്നെ ഇന്റർവ്യൂ എടുത്ത് കാണിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ BJPയിൽ വിമർശനം നടക്കുന്നു. നിങ്ങളുടെ ഒരു ഹെഡിങ് തന്നെ അതാണല്ലോ, BJPയിൽ വലിയ കലാപം ഉണ്ടാകുന്നു. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് പാലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണെങ്കിലും, ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണെങ്കിലും, അതിനു മുൻപ് ശ്രീധരൻപിള്ള സാർ മത്സരിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും, വട്ടിയൂർക്കാവിലും ഒക്കെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്, നെയ്യാറ്റിൻകരയിലൊക്കെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, അവിടെയൊക്കെ BJPക്ക് വോട്ടുകൾ കുറയുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നമുക്കിവിടെ കുറയണമെന്നോ. ഞാൻ അവിടെ താങ്കളെ നിരന്തരം തടസ്സപ്പെടുത്തുകയല്ല, ഒരു ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയല്ല. ഒരു പക്ഷേ ഇനിതാ ഈ പ്രേക്ഷകർക്ക് തന്നെ കാണുന്നതിന് വേണ്ടി സന്ദീപ് വചസ്പതിയുടെ ഒരു FB പോസ്റ്റിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒന്നുണ്ടല്ലോ, അതായത് ഈ പാലക്കാട്ടെ ഒരു തന്ത്രങ്ങളൊന്നും മെനഞ്ഞിട്ടില്ല. ഇവിടെ ചേലക്കരയിൽ, ആ ചേലക്കരയിൽ ലഭിച്ച വോട്ടുകൾ എത്രയാണ് അധികം? 10,000-ഓളം വോട്ടുകൾ ആണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒരിക്കലും വോട്ട് വീതം കൂടാറില്ല എന്ന ആ വാദവും ചേലക്കര നോക്കുമ്പോൾ നിലനിൽക്കുന്ന ഒന്നല്ല. ഈ പറയുന്നത് പോലുള്ള തന്ത്രങ്ങളൊന്നും അധികം മെനയാത്ത ചേലക്കരയിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾ അധികമായി എത്തുന്നു BJP അക്കൗണ്ടിലേക്ക്. അതിന്റെ രാഷ്ട്രീയ വശത്തേക്കാൾ അപ്പുറത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ജനകീയമായിട്ടുള്ള പിന്തുണ, അതെല്ലാം ഈ തവണ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതിന് പാലക്കാടിനെ ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടോ അതിന് ഏതെങ്കിലും രാഷ്ട്രീയ ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടോ അല്ല അഭിലാഷെ ഞാൻ സൂചിപ്പിക്കുന്നത്. അത് അങ്ങ് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞത് വോട്ടുകൾ കുറഞ്ഞതിനെ കുറിച്ച് പരിശോധിക്കുകയും വോട്ടുകൾ കുറഞ്ഞതിനെ സംബന്ധിച്ച് വിശകലനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടിന്റെയും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള നടപടികളുടെയും എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 8-9 വർഷക്കാലമായി ഭരിക്കുന്നത് BJPയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് BJPക്കെതിരായി ഉയർന്നു വരുന്ന നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ സഖ്യങ്ങൾ എന്ന് പറയുന്നത് BJPയെ ഏത് വിധേനയും ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് MP MLA അടക്കമുള്ള ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പദ്ധതികളൊന്നും തന്നെ പാലക്കാട് കൊണ്ടുവന്നൊരു വികസനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ സാഹചര്യങ്ങളൊന്നും BJPക്ക് അനുകൂലമായി ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫലമായി ആ മുനിസിപ്പാലിറ്റി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതേസമയം തന്നെ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത, അവിടുത്തെ വ്യാപാരി സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ പല മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചില ഭരണപരമായിട്ടുള്ള നടപടികൾ, അവിടുത്തെ വ്യാപാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്, ഈ തരത്തിലുള്ള ചില അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നങ്ങൾ, അത് മുനിസിപ്പാലിറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ചെയ്തതെങ്കിലും ഫലത്തിൽ അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടിക്കുള്ള കാരണമായി എന്ന് വിലയിരുത്തപ്പെടേണ്ട സാഹചര്യം. പക്ഷേ ശ്രീ കൃഷ്ണദാസ്, അവിടെ BJPയുടെ ക്ലെയിം എന്തായിരുന്നു? അതായത് നഗരസഭയിൽ നടത്തുന്ന ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിലൂടെ ആയിരിക്കും മറ്റു 3 പഞ്ചായത്ത്, അതിപ്പോൾ കണ്ണാടിയും മാത്തൂരും അല്ലെങ്കിൽ മറ്റ് 3 പഞ്ചായത്തുകളിലും ഒരുപോലെ എതിരാളികൾ മുന്നേറിയാൽ പോലും നഗരസഭയിലെ വോട്ടുകൾ അത് ഞങ്ങളുടെ പോക്കറ്റുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അത് അധികമായി എത്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് സാധാരണ നിലയിൽ പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ കൂടി. അപ്പോൾ കോട്ട കുറച്ചുകൂടി ശക്തമാക്കി ഞങ്ങൾ എന്നതായിരുന്നു BJPയുടെ ക്ലെയിം. ആ കോട്ടയിലാണ് വലിയ തോതിലുള്ള വിള്ളൽ വീഴുന്നത്. വോട്ട് മേൽക്കൈയിലേക്ക് പോയില്ല എന്ന് മാത്രവുമല്ല, എതിരാളി അവിടെ ബഹുദൂരം മുന്നേറുകയും ചെയ്തു. അഭിലാഷ്, അതാ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള വിശകലനങ്ങൾ എന്ന് പറയുന്നത് ബൂത്ത് തലത്തിലുള്ള വോട്ടുകൾ എടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഏതൊക്കെ ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞു, ഏതൊക്കെ വാർഡുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വോട്ടുകൾക്ക് മാറ്റമുണ്ടായി, വോട്ട് ചെയ്യാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആളുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിക്കുക, അത് വിലയിരുത്തുക എന്നുള്ളത് സ്വാഭാവികമായും ഞങ്ങളുടെ സംഘടനാപരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നടക്കും, അതിനൊരു തർക്കം ആ കാര്യത്തിലില്ല. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പാലക്കാട് വോട്ട് കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ മര്യാദയുടെയോ BJPയുടെ രാഷ്ട്രീയ ശൈലിയുടെയോ ഭാഗമല്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾ കാണിച്ചത് BJP നേതാക്കന്മാരുടെ തന്നെ 2 കമന്റുകളും ഒരു ഇന്റർവ്യൂ എല്ലാം കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ. BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണല്ലോ ശിവരാജൻ. അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച്, BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്, പാർട്ടി നേതാക്കന്മാർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതെങ്ങനെയാണ് ശ്രീ കൃഷ്ണദാസ് ഞങ്ങൾ നടത്തുന്ന ശ്രമമായി കാണുക? അങ്ങനെയെങ്കിൽ ശ്രീ ശിവരാജൻ അത് പരസ്യമായി ഒരു മാധ്യമത്തോട് പറഞ്ഞതാണല്ലോ, ഞങ്ങളോട് പറഞ്ഞതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്ദീപ് വചസ്പതിയെ പോലെയുള്ളവർ എല്ലാവർക്കും പ്രാപ്യമാകുന്ന സമൂഹ മാധ്യമത്തിലാണ് കമന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ശിവരാജൻ പറഞ്ഞത് എന്താണ്? മേൽക്കൂരയിൽ മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞാൽ നേതൃനിരയിൽ മാറ്റമുണ്ടാകണം, നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംബന്ധിച്ച് ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ വോട്ട് കൂടിയതിനെ സംബന്ധിച്ച് നേതൃത്വം മാറേണ്ടതില്ലല്ലോ. അപ്പൊ അങ്ങനെയല്ലല്ലോ. അല്ല, അവിടെയാണല്ലോ ചേലക്കര. അങ്ങനെയെങ്കിൽ ചേലക്കരയെ കുറിച്ചുള്ള ഒരു അവകാശവാദം സുരേന്ദ്രൻ ഉന്നയിച്ചില്ല. അവിടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിച്ചത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുരേന്ദ്രന്റെ ഒരു ഏകപക്ഷീയമായ നിലപാട് അവിടെ ഉണ്ടാകുന്നു എന്ന വിമർശനം. അത് നേരത്തെ താങ്കൾക്കറിയാമല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പും നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളതാണ് ഈ വിഷയം. അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ചില പേരുകൾ ഉണ്ടായിരുന്നു. താങ്കൾ തന്നെ സൂചിപ്പിച്ചു അവിടുത്തെ നഗരസഭയിൽ ചില ആളുകൾക്ക് എതിർപ്പുകളും വിയോജിപ്പുകളും ആത്മരോക്ഷവും ഒക്കെ ഉണ്ടായെന്ന്. അത് കൃഷ്ണകുമാറിനെതിരെയെങ്കിൽ അതറിയാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാതെ പോയി എന്നാണോ?
യെസ്, എന്തായാലും താങ്കൾ പറയുന്നതിൽ യെസ് പറഞ്ഞോളൂ. അത് എന്റെ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പാർട്ടി മനസ്സിലാക്കാതെ പോയെങ്കിൽ അതൊരു പരാജയമല്ലേ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഉദാഹരണത്തിന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം 2 തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണല്ലോ മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡ്, ജാർഖണ്ഡും. ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അവകാശവാദം എന്തായിരുന്നു? മഹാരാഷ്ട്ര തൂത്തുവാരുമെന്നായിരുന്നില്ലേ? അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ചേലക്കര ജയിക്കുമെന്ന് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താകും ചേലക്കര എന്നുള്ളതല്ലേ. അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾ ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും. സ്വാഭാവികമായും ജനങ്ങളുടെ മുൻപിൽ ചേലക്കരയിൽ അങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞെങ്കിലും അവർ എത്ര കണ്ട് വോട്ട് അധികം പിടിച്ചു എന്ന് താങ്കൾ ശ്രദ്ധിച്ചതല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ന് ആ റേഞ്ചിൽ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയുടെ വിജയം എത്ര വോട്ടിനാണ് എന്ന് താങ്കൾക്കും അറിയാമല്ലോ. മാത്രമല്ല BJPക്കും അവിടെ വോട്ട് കൂടുന്നു. അപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ CPM-നെതിരായി ആകെ വോട്ടുകൾ പരിശോധിച്ചാൽ അവിടെ BJPക്ക് ഉയർന്നു, അതോടൊപ്പം തന്നെ രമ്യയ്ക്കും വോട്ട് ഉയർന്നു. അഭിലാഷ്, അത് നമ്മളൊരു മണ്ഡലം എടുത്ത് സംസാരിക്കുമ്പോൾ ആ മണ്ഡലത്തിന്റെ പ്ലസും മൈനസും അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി നടന്നിട്ടുള്ള നടപടികളുമെല്ലാം ചർച്ച ചെയ്യുകയും അത് പരിശോധിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിൽ പൊതുവായിട്ട് നടക്കുന്ന ചർച്ചയിൽ BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും ഒരു മണ്ഡലത്തിലും സാമാന്യ നിലക്കുണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ അതിന് മുൻപുള്ള ഒരു വർഷത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതല്ലെങ്കിൽ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള വോട്ടിനെ കുറിച്ച് കണക്കാക്കുമ്പോഴൊക്കെ BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ തന്നെ പഠിക്കുകയും ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ഞങ്ങൾ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ. അത് ചെയ്യും, അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. അവിടെയാണ് ഈ സംശയം. അതായത് നേതൃനിരയിലടക്കം ചില പാളിച്ചകൾ വന്നിട്ടുണ്ടോ? എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഒരു പൊതുവികാരത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നുണ്ടോ? താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരത്തെ നേതൃത്വം മാനിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. അഭിലാഷേ, നേരത്തെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്, അങ്ങേക്കും അറിയുന്ന ഒരു കാര്യമാണ്. നേരത്തെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു മുൻ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു. BJPക്ക് ഭയങ്കരമായി വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ BJP അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് ചെറിയ വ്യത്യാസത്തിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കണക്കാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പാലക്കാട് BJP ജയിച്ചിട്ടുള്ള മണ്ഡലമല്ല, BJPക്ക് വോട്ട് കൂടിയിട്ടുള്ള മണ്ഡലമാണ്. ഞങ്ങൾ വിജയിക്കണം എന്നുള്ള ധാരണയിൽ തന്നെ മുഴുവൻ മെഷീനറിയും BJPയുടെ താഴെത്തട്ടിൽ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങൾ അടക്കമുള്ള മുഴുവൻ ആളുകളും അവിടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. അപ്പോ അതിന്റെ പ്രവർത്തനത്തെയോ അതിൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു പ്രവർത്തകരുടെ ഒരു മണിക്കൂർ നേരത്തെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് കൊടുത്തുകൊണ്ട് അവർ അനുഭവം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതിനെ പോലും കുറച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള പാർട്ടിയല്ല BJP. അതുകൊണ്ട് അതിനെല്ലാം കണക്കിലെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യാൻ ശക്തിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മിഥുൻ, താങ്കൾ ഈ BJPയുടെ രാഷ്ട്രീയത്തെ ഉൾപ്പെടെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും BJPയുടെ ശരിതെറ്റുകൾ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിപ്പോൾ ഈ തൃശ്ശൂരിന് ശേഷം പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൃശ്ശൂരിൽ ഇപ്പോൾ MP ആയിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിയെ പോലും എത്ര തവണ പാലക്കാട് കണ്ടു എന്നത് BJP പ്രവർത്തകർക്ക് അത്ര ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് ശോഭ കളത്തിലേക്ക് എത്തിയത് എന്നത് നമ്മൾ കണ്ടതാണ്. PK കൃഷ്ണദാസിനെ പോലെയുള്ളവരെ, MT രമേശിനെ പോലെയുള്ളവരെ ഒന്നും അധികം അവിടെ കാണാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ അതാണോ യഥാർത്ഥത്തിൽ പാലക്കാട് ഇത്തവണ വിജയം അസാധ്യമാക്കിയത് BJPയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ നിരീക്ഷണത്തിൽ? നോക്കൂ, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ രാഷ്ട്രീയത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ മോദിയുടെ മൈഗവ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊരു സങ്കല്പം അത് നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ BJP വരണം എന്നൊരു ആഗ്രഹം എനിക്ക് പോലും ഉണ്ട്. പക്ഷെ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ തോൽവിയെ തോൽവിയായി തന്നെ കാണണം. അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളായി തന്നെ കാണേണ്ടതാണ്. അപ്പൊ BJPയുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഇല്ല എന്ന് എത്ര തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാലും അത് ഉണ്ട് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്.
അപ്പം BJP-യുടെ തന്നെ ഈ ഒരു അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നഗരമേഖലകളിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ശ്രീ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവിടെ 6000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു BJP-ക്ക് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പം UDF-ലേക്ക് പോയിരിക്കുകയാണ്. അതെ. മാത്രമല്ല ഇവരൊരു പ്രോപ്പർ അനാലിസിസ് നടത്തുകയായിരുന്നെങ്കിൽ 2024-ലെ ജനറൽ ഇലക്ഷന്റെ സമയത്ത് BJP-ക്ക് നഗരമേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 500-ന് താഴെയുള്ള ഒരു ഇൻക്രിമെന്റ് മാത്രമേ നഗരമേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം അന്ന് ആ ഒരു അനാലിസിസ് നടത്തിയിരുന്നെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ ഏത് രീതിയിലുള്ള പ്ലാനിംഗ് വേണമെന്ന് അവർക്ക് ഒരു ധാരണ കിട്ടിയേനെ. പക്ഷെ ആ ഒരു പ്ലാനിംഗ് അവിടെ നടന്നിട്ടില്ല എന്നതൊരു വാസ്തവികതയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം BJP പോവുക. അപ്പോൾ ഈ ഒരു ബൈ ഇലക്ഷൻ മാത്രമല്ല, നമ്മുടെ ജനറൽ ഇലക്ഷന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിലും ജനറൽ ഇലക്ഷനിൽ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ചില ട്രെൻഡ്സ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ്സ് ഒക്കെ തന്നെ അവർ മിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൈ ഇലക്ഷനെ കണ്ടിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താ പറയുക, ചില ബൂത്തുകളിൽ മാത്രമാണ് അവിടെ വോട്ടുകൾ അവർക്ക് കുറഞ്ഞിട്ടുള്ളതെന്നാണ്. ചില ബൂത്തുകളിലല്ല, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സന്റെ ബൂത്തുകളിൽ പോലും വോട്ടുകൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം ഈ ഒരു എന്താ പറയാ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയുക, ഈ ഒരു ഇലക്ഷൻ പാറ്റേണിൽ ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ട്രെൻഡ്സ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ നോക്കാതെയാണ് ഇവർ ഇത്തവണ മുന്നോട്ട് പോയത്. അവിടെയാണല്ലോ മിഥുൻ, അതായത് സാധാരണ നമുക്കറിയാമല്ലോ അവിടെ നിന്ന് ഈ ഡീൽ ചർച്ചകൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പ്രദേശം കൂടിയാണല്ലോ പാലക്കാട് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇടതുപക്ഷം ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. വടകരയുടെ ഡീൽ ആണ് കണ്ടത് ഇപ്പുറത്ത് എന്നൊക്കെ. അതിനി അവർ വ്യക്തമാക്കട്ടെ, കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തട്ടെ. എന്തായാലും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നതും ആ തെരഞ്ഞെടുപ്പ്, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ BJP-ക്ക് അടിസ്ഥാന വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നതും BJP-യുടെ നേതൃത്വത്തിനടക്കം കൃത്യമായി അറിയാം. അവിടെ കൃത്യമായൊരു മോണിറ്ററിംഗ് നടത്തി ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥിയെ നിർത്തി ആ പോരായ്മകൾ, ഇപ്പോൾ കൃഷ്ണദാസൊക്കെ സൂചിപ്പിക്കുന്ന ഈ പോരായ്മകൾ, അതൊക്കെ പരിഹരിക്കാൻ 6 മാസത്തോളം സമയം ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അവിടെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി വിജയം ഉറപ്പിക്കാവുന്ന ഒന്നായിരുന്നു. അവിടെയാണ് ഈ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി പോകുന്നത്. അല്ല, സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ എന്നതൊരു പൊള്ള ന്യായം മാത്രമാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി കണക്ട് ചെയ്തൊരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. ഈ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീ കൃഷ്ണകുമാറോളം വരില്ല മറ്റൊരാളും എന്ന ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ട്. കാരണം കൃഷ്ണകുമാർ പാർട്ടിയുടെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി പാലക്കാട് ജില്ലയുടെ, യുവമോർച്ചയുടെ കാലം മുതൽക്കേ പാലക്കാട് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്കൊന്ന് 2000-ൽ എങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്ന വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലിബർ ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പാർട്ടിയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് എന്നത് BJP ഇനിയെങ്കിലും അനലൈസ് ചെയ്യണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട. അതായത് പുറമെ ഉള്ളവർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, BJP മാത്രം പറഞ്ഞു അങ്ങനെ ഒരു വിഷയമേ ഞങ്ങൾക്കിടയിലില്ല എന്ന്. അപ്പം അതൊരു ഉള്ളൊരു വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, എന്താ പറയുക, ഈ ബൈ ഇലക്ഷൻസിലൊന്നും BJP-ക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാറില്ല എന്നാണ്. അപ്പൊ അതിന് താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ചേലക്കരയുടെ ഒരു മുന്നേറ്റം അതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ചേലക്കരയിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവിടെ മുന്നേറ്റം ഉണ്ടായത്. കോന്നിയിൽ ശ്രീ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ബൈ ഇലക്ഷൻ ഒരു BJP-ക്ക് ഒരു ഫേവറിംഗ് ഫാക്ടർ അല്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ BJP-ക്ക് സംഭവിച്ച ഒരു വലിയൊരു എന്താ പറയാ ഇഷ്യൂ, അതിനെ ഒട്ടും അനലൈസ് ചെയ്യാതെ, അതായത് 24 ഇലക്ഷൻസിന്റെ ജനറൽ ഇലക്ഷൻസിന്റെ പാറ്റേൺ പോലും ഒബ്സർവ് ചെയ്യാതെയാണ് ഈ ഇലക്ഷനെ BJP നേരിട്ടത് എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ ഒരു ഫാക്ടറേ അല്ല, അദ്ദേഹം പോയാൽ ഞങ്ങൾക്ക് അത് ഗുണം ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഉള്ള വാദങ്ങളായിരുന്നു ഉയർന്നു വന്നത്. അപ്പം സന്ദീപ് വാര്യർ ഫാക്ടർ അവിടെ തീർച്ചയായിട്ടും അത് കാണാൻ കഴിഞ്ഞു. ആ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാദം എന്തായിരുന്നു വെച്ചാൽ, സന്ദീപ് വാര്യർ UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള എന്താ പറയാ മുസ്ലിം വോട്ടുകൾ അത് സ്പ്ലിറ്റ് ആവാൻ സാധിക്കും. അത് ഒരു പക്ഷേ LDF-ലേക്ക് പോയേക്കാം. കാരണം സന്ദീപ് വാര്യർ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ വോട്ടുകൾ LDF-ലേക്ക് പോവുകയും ഇൻഡയറക്ട്ലി അതൊക്കെ BJP-യെ ഫേവർ ചെയ്യും എന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെയാണ് വന്നത്. അപ്പൊ അവിടെയൊക്കെ ഒരു അനലിറ്റിക്കൽ ഫെയിലിയർ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എന്താ പറയാ 1% പോലും ഒരു തെറ്റില്ല. കാരണം അതിനപ്പുറത്ത് സരിൻ അവരുടെ വോട്ടുകൾ നിലനിർത്തിയാൽ തന്നെ വിജയം
അനായാസം എന്നായിരുന്നു BJP കണക്കാക്കിയിരുന്നത് എന്നാണ്. സരിൻ വോട്ടുകൾ നിലനിർത്തുക മാത്രമല്ല ഒരല്പമെങ്കിലും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഇപ്പം മത്സരം നടക്കുന്നത് 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയാണ്. ഇനി BJP ആക്ച്വലി ഭയക്കണം. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ സംബന്ധിച്ച് അവിടെ ഒരു ജനവിരുദ്ധ വികാരം വളർന്നു വരുന്നുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി ഭരണത്തിൽ അത്ര സംതൃപ്തരല്ല ജനങ്ങൾ എന്നതാണ് നമുക്കൊരു പക്ഷേ ഈ ഒരു ഈ ഒരു ഇലക്ഷനിലൂടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ BJP ഒരു ബാക്ക് സീറ്റ് എടുത്തു. കാരണം അതാണ് അവരുടെ എപ്പോഴും ഉള്ള ഒരു പ്രോമിസ്. ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും BJPക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ടൗൺ ഹാളിന്റെ വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ AR മേനോൻ പാർക്കിന്റെ കാര്യമാണെങ്കിൽ, മുനിസിപ്പാലിറ്റിയുടെ പല റോഡുകളാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ 8-9 വർഷമായി ഇപ്പം BJP മുനിസിപ്പാലിറ്റി ഭരിക്കും. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒന്നും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു ഇലക്ഷനിൽ അവരെ എന്താ പറയാ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവർ ഈ ഒരു വിഷയത്തെ കാണുക. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, അതാണ്, അതായത് ഇനിയിപ്പോൾ നേരിടാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പാർട്ടി കരുതിയിരുന്ന, ആവർത്തിച്ചു പറഞ്ഞിരുന്ന നഗരസഭ, ആ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച, അത് ഇത്തരത്തിൽ, അതായത് ഈ വ്യാപാരികൾക്ക്, വ്യവസായികൾക്കൊക്കെ ഉണ്ടായ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവർക്ക് BJPയോട് തോന്നിയ ഒരു ആത്മരോഷമോ താല്പര്യമില്ലായ്മയോ, ആ നിലയിൽ മാത്രമാണോ അതിനെ കാണേണ്ടത്? യഥാർത്ഥത്തിൽ അവിടെ വോട്ട് കൂട്ടാൻ സാധിക്കും എന്ന് കരുതിയ BJPക്ക് അവിടെ നിന്ന് വലിയ വോട്ട് നഷ്ടമുണ്ടാകുമ്പോൾ അത് പാലക്കാടെന്ന മണ്ഡലം, ഈ മിഥുൻ സൂചിപ്പിക്കുന്ന പോലെ പാലക്കാടിന് ഇനി പ്രതീക്ഷിക്കണോ എന്ന് പോലും ചോദിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണോ? അങ്ങനെ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ പാലക്കാട് BJPയുടെ ബേസ് വോട്ടുണ്ട്. BJPയുടെ ബേസ് വോട്ട്, അതായത് ഏകദേശം 40,000-ന് ചുറ്റിപ്പറ്റിയുള്ള അറൗണ്ട് 40,000 എന്നുള്ള ആ ബേസ് വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബേസ് വോട്ട് മാത്രമല്ല ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നത് നിഷ്പക്ഷ വോട്ടുകളാണ്. ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന അങ്ങനെയുള്ള ആ ഒരു ശതമാനമാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ ഇക്വേഷനെയും തീരുമാനിക്കുന്നത്. ആ വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണ 77% ഇപ്പോൾ അത് 70% അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ്. പോളിംഗ് പെർസെൻറ്റേജ് 70% പറഞ്ഞാൽ ആ കുറഞ്ഞ ആ 7%-ലെ ഒരു നല്ലൊരു ശതമാനം, നല്ല ബഹുഭൂരിപക്ഷം വോട്ടുകളും BJPയുടെ വോട്ടുകളാവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെയല്ല താങ്കളുടെ ഒബ്സർവേഷൻ അല്ല. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആവർത്തിക്കുന്നു. ചില തടസ്സങ്ങൾ സൃഷ്ടിക്കലല്ല, നമുക്ക് വസ്തുതാപരമായി ഞാൻ ആർഗ്യൂ ചെയ്യുന്നതിനപ്പുറത്ത് BJPയുടെ സ്ഥാനാർത്ഥി ഇതേ പ്രൈം ഡിബേറ്റിൽ കഴിഞ്ഞ ദിവസം, അതായത് വോട്ടെണ്ണലിന്റെ തലേ ദിവസം ന്യൂസ് 18നോട് പറഞ്ഞത് എന്താണ് എന്ന് താങ്കളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് നഗരത്തിൽ പുറകിൽ പോയിട്ടുണ്ടോ? 2 മുന്നണികൾക്കും പുറകിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഞങ്ങളാണ് പാലക്കാട് നഗരത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളെ മറികടന്ന് 2 മുന്നണികൾക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. 80%, 78 മുതൽ 84% വരെ പോളിംഗ് നടന്ന ബൂത്തുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൂത്തുകളെല്ലാം ഞങ്ങളുടെ 1-2 ബൂത്തുകൾ ഒഴികെ ബാക്കി ബൂത്തുകളെല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ആസൂത്രണം ഞങ്ങൾ നടത്തിയിരുന്നു, ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. കഴിഞ്ഞ 5000 മുതൽ 5500 വരെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് 21-ലും 24-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾക്ക് പോൾ ചെയ്യാൻ വന്നാൽ അത് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 75-80% വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം. യെസ്, ശ്രീ ഷാബു പ്രസാദ്, ഇത് വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇതേ സമയത്ത് പ്രൈം ഡിബേറ്റിൽ കൃഷ്ണകുമാർ പറഞ്ഞതാണ്. അതായത് വോട്ട് ചെയ്യിക്കുന്നതിന് മുമ്പല്ല, വോട്ട് ചെയ്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതായത് കൃത്യമായി
ആരൊക്കെയാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാതിരുന്നത് അവരെ അടക്കം ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ ഈ എത്തിച്ചവർ അവർ താമരയ്ക്കല്ല മറിച്ച് കൈപ്പത്തിക്കാണ് വോട്ട് കുത്തിയത് എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ഇവരുടെ പ്രയത്നത്തിന് വിളവെടുപ്പ് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഞാനെന്നാ പറഞ്ഞ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പാണ് താങ്കൾ ഇങ്ങനെ മാറി മാറി പോകുന്നത്. അത് നമ്മുടെ വെറുതെ നമ്മുടെ ആ ഒരു വിഷയത്തിൽ നിന്ന് അനാവശ്യമായിട്ട് മാറിപ്പോകും. ഞാനത് പറഞ്ഞു തുടങ്ങിയില്ലേ ഉള്ളായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ തവണ ഒരുപക്ഷെ BJPക്ക് ലഭിച്ച വോട്ടുകളായിരിക്കാം ഇത്തവണ കുറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് ഇത് മുന്നണികളും പാർട്ടികളും പ്രവർത്തകരുമെല്ലാം ചാനലുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ ആവേശത്തോടുകൂടി നിർണായകമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് കണ്ടതും വിലയിരുത്തിയതുമൊക്കെ. പക്ഷെ ആഫ്റ്റർ ഓൾ ഇത് പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻസിനെ ഒരു തരത്തിലും ബാധിക്കാത്ത, ഒരു മാറ്റവും വരുത്താത്ത കേവലം ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് ജനങ്ങൾ അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിസ്സംഗത പൊതുവെ ഉണ്ടായിരിക്കും, എന്തൊക്കെ ആവേശം ഉണ്ടായാലും. കാര്യം ബൈ ഇലക്ഷൻ ഈസ് ഓൾവേസ് എ ബൈ ഇലക്ഷൻ. അപ്പം അങ്ങനെ വന്ന അതൊരു കാരണം. പിന്നെ പാലക്കാട്ടെ യൂത്ത് ഏറ്റവും കൂടുതലുള്ള നിർണായകമായ ഒരു ഘടകമാണ് ചെറുപ്പക്കാരും സ്റ്റുഡൻസ് ഇങ്ങനെയുള്ളവരൊക്കെ. ഇവരൊക്കെ ഈ വോട്ടർമാരിൽ വലിയൊരു ശതമാനം, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പലതും, ഇവര് ദൂരെയുള്ളവരാണ്, പഠിക്കുന്നവരാണ്, ജോലിയായിട്ട് പോകുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണത്. ഒരു വലിയ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിനെയും അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിനെയും ഒക്കെ ബാധിക്കുന്ന ആ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിലാകുമ്പോൾ ഇവരൊക്കെ കഴിയുന്നതും വന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ബൈ ഇലക്ഷനിൽ ഇങ്ങനെ ദൂരെ ജോലി ചെയ്യുന്നവരും അങ്ങനെ എവിടെ നിന്ന് പോയ ആ മൈഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ഒന്നും വന്ന് വോട്ട് ചെയ്തിട്ടില്ല. ആ വോട്ടുകളും BJPക്ക് ഉള്ള വോട്ടുകൾ, നല്ലൊരു ശതമാനം BJPക്ക് വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. കാര്യം അവര് എത്രയാണെങ്കിലും ഇത് ബൈ ഇലക്ഷനാണ്. ഇനി എന്ത് തന്നെ ഞാനിവിടെ BJPയുടെ ദൗർബല്യമായി കാണുന്നത് ഇതൊന്നുമല്ല. ഈ നമ്മുടെ ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കറെ മാത്രം ബേസ് ചെയ്ത് ആ കരുത്തിൽ മാത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഓപ്പണിങ്ങിലോ സെക്കൻഡിലോ സച്ചിൻ വീണു പോയാൽ പിന്നെ ടീം ഒന്നടങ്കം വീണു. അങ്ങനെ ഒരു രീതി സച്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പോലെ പാലക്കാട് BJP ഫോക്കസ് ചെയ്തത് പൂർണ്ണമായും നഗരസഭയെ മാത്രമായിരുന്നു. നഗരസഭയിലായിരുന്നു മുഴുവൻ ഫോക്കസും കൊടുത്തത്. ശരിയാണ്, BJPയുടെ ശക്തി കേന്ദ്രമാണ്. എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ നഗരസഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ നഗരസഭയിലെ സ്വാധീനം എന്ന് പറയുന്നത്, നഗരസഭയിലെ ആ പ്രവർത്തനം മികച്ചതാണ്. അതുപോലെയുള്ള സ്വാധീനം ഈ പറഞ്ഞ പോലെ മാത്തൂര്, പ്രായിനി, കണ്ണാടി ഇതുപോലുള്ള പഞ്ചായത്തുകളിൽ കൂടെ വ്യാപിപ്പിച്ചിരുന്നുവെങ്കിൽ, അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള ഒരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടാകുമായിരുന്നില്ല. അത് ഇനിയും സമയമുണ്ട്. അതായത് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് ആ രീതിയിൽ പ്രവർത്തിച്ച് അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമൊന്നും ആയിരുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരം പോലെ അല്ലെ പാലക്കാട് പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ. പക്ഷേ അവിടെ കൃത്യമായി സുരേഷ് ഗോപിയെ പോലെ ഒരു ആളെ ഇറക്കി അവിടെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തുടർച്ചയായി പ്രവർത്തിച്ച് അങ്ങനെയാണ് തൃശ്ശൂരിനെ ആ ഒരു A ക്ലാസ് മണ്ഡലമായിട്ടും അവിടെ നിന്ന് ജയിക്കുന്ന അവസ്ഥയിലും വരെ എത്തിയത്. ഇതേപോലെ സംസ്ഥാന വ്യാപകമായിട്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയാവോ? ഇപ്പം ഇവിടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇപ്പം മഞ്ചേശ്വരം അല്ലെ പാലക്കാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, 1, 2, 3 സ്ഥലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഈ രണ്ട് മുന്നണികൾക്ക്, BJPയുടെ എതിരെയുള്ള 2 മുന്നണികൾക്ക് സുഖമായിട്ട് ഒത്തുകളിച്ച് BJPയെ തകർക്കാൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നേമത്തും വട്ടിയൂർക്കാവിലും എല്ലാം കണ്ടതാണ്. അതേസമയം ഒരേപോലെ ശക്തിയുള്ള ഒരു 10, 15, 20 മണ്ഡലങ്ങളിൽ ഇതേപോലെ ഫോക്കസ് ചെയ്ത് ആ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ 20 ഈ മുന്നണികൾക്ക് ഒത്തുകളിക്കാൻ കഴിയില്ല. അവിടെയാണ് പലപ്പോഴും നമുക്ക് ഈ BJPക്ക് കൈവിട്ടു പോകുന്നത് കാര്യങ്ങൾ. ഇപ്പൊ പാലക്കാട് ഇത്രയധികം ശ്രദ്ധ, ഭയങ്കരളക്കിയുള്ള പ്രചരണം, നമ്മൾ ജയിക്കും 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 എന്നുള്ള ഒരു ആത്മവിശ്വാസം പടർത്തലെല്ലാം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ കൂടുതൽ, എതിരാളികൾ കൂടുതൽ ജാഗരൂകരാകും.
അതേസമയം ഈ പാലക്കാട് പോലെ ഇപ്പൊ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത് ബൈ ഇലക്ഷൻ അല്ല, ഈ പാലക്കാട് പോലെ അല്ലെങ്കിൽ മഞ്ചേശ്വരം പോലെ അല്ലെങ്കിൽ നേമം പോലെ അങ്ങനെയുള്ള ഒരു 20-25 മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ എതിരാളികൾക്ക്, എതിർപക്ഷത്തുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. BJPയെ തോൽപ്പിക്കുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി അവരുടെ ഇലക്ട്രൽ സ്ട്രാറ്റജി ഒന്നും അധികം ഇത്രയും സ്ഥലങ്ങളിൽ മാറ്റാൻ കഴിയില്ല. അവിടെയാണ് BJP ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി ദീർഘകാലം, അങ്ങനെയാണല്ലോ സുഹൃത്തെ ഈ രാജ്യം മുഴുവൻ ഈ BJP വളർന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ BJP ഇന്നും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അങ്ങനെയുള്ള ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നേനെയും. ശരി, എന്തായാലും പക്ഷേ കംഫർട്ട് സോണുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയല്ലേ എന്ന സംശയമുണ്ട്. നല്ല പറഞ്ഞത്, അത് വേണ്ട. പക്ഷെ കംഫർട്ട് സോണുകളിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ BJPക്ക് സാധിക്കാത്തൊന്നുമില്ല. കാര്യം കേരളത്തിൽ തന്നെ തെളിയിച്ചല്ലോ, എത്രയോ വട്ടം പലവട്ടം തെളിയിച്ച കാര്യമാണ്. എന്തായാലും പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് പാലക്കാട് എന്ന് തന്നെ അത് വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെത്താം. ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ ഏറ്റവും അവസാനം തൃശ്ശൂരിനെ കുറിച്ചാണ് ഷാബു പ്രസാദ് സാർ പറഞ്ഞു വെച്ചത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് തൃശ്ശൂര് 1 വർഷം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. അതായത് തൃശ്ശൂർ ജില്ലയിൽ ആകെ ഉണ്ടായ കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി മറുപടി നൽകിയിരിക്കും എന്നുള്ളതാണ്. അതാണല്ലോ ഈ സൂചിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ എന്തായാലും ഷാബു പ്രസാദ് സാർ അവിടെ BJPക്ക് ഈ 75% നിന്ന് 70% വോട്ട് ശതമാനം കുറഞ്ഞപ്പോൾ അത് BJPക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരിക്കാം കുറഞ്ഞു പോയത് എന്ന അഭിപ്രായം എനിക്ക് സാങ്കേതികമായി മനസ്സിലാകുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം തന്നെ, അദ്ദേഹം തന്നെ പറയുന്നു ഈ വോട്ട് ശതമാനം കുറഞ്ഞത് ഞങ്ങളെ ബാധിക്കാനേ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഏതെന്ന് ഞങ്ങൾക്കറിയാം, അവിടെ കൃത്യമായി ഞങ്ങൾ വോട്ട് പോൾ ചെയ്യിപ്പിച്ചു. ആ കണക്കുകളടക്കം നിരത്തിയാണ് പറഞ്ഞത്. പക്ഷേ ആ വോട്ട് പോൾ ചെയ്യിപ്പിച്ചയിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറ്റം നടത്തിയെന്ന് വോട്ടെണ്ണലിൻ്റെ ഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായതാണ്. അതിനുശേഷമുള്ള ഡേറ്റകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന വോട്ടുകൾ എന്ന് BJP ആവർത്തിച്ച് പറഞ്ഞ വോട്ടുകൾ അതിപ്പോൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും ഏതാണ്ട് 3000-ന്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഡേറ്റകളിൽ, 4000-ഓളം വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ. അഭിലാഷേ, ഞാൻ ഈ 3 വാദങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് കേൾക്കുകയായിരുന്നു. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടേ മതിയാവും. പാലക്കാട് മാത്രമായിട്ട് BJPക്കെതിരായ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ചേലക്കരയിലില്ലാത്ത, കേരളത്തെ മൊത്തത്തിലെടുത്താൽ ഇല്ലാത്ത ഒരു BJP വിരുദ്ധ വികാരം പാലക്കാട് ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് ചേലക്കരയിലും പ്രതിഫലിച്ചേനെ. മറിച്ച് ഇത് പാലക്കാട് മാത്രമായി പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ കാരണം ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ അല്ല. പാലക്കാട് മാത്രമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ സത്യസന്ധമായി അന്വേഷിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിൽ വിശ്വസിക്കുന്ന, BJPയെ പിന്തുണയ്ക്കുന്ന, BJPയെ മനസ്സിൽ എന്താ പറയുക പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം വോട്ടർമാർക്ക് ഈ സ്ഥാനാർത്ഥി സ്വീകാര്യനായിരുന്നില്ല. മറിച്ച് അവരുടെ മനസ്സിൽ കുറെ കൂടി കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള, നിഷ്പക്ഷ വോട്ടുകൾ കുറെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി, അത് അവർ പരസ്യമായി തന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമായിരുന്നു. ഇനി ശോഭ മത്സരിക്കുന്നില്ലെങ്കിൽ സാക്ഷാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമായിരുന്നു എന്നൊരു വികാരം പാലക്കാട്ടെ BJP സപ്പോർട്ടേഴ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ മാത്രം വികാരമായിരുന്നില്ല, മറിച്ച് നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ച ശിവരാജനെ പോലുള്ള ദേശീയ കൗൺസിൽ അംഗം ശിവരാജനെ പോലുള്ളവർക്ക് എനിക്ക് നേരിട്ടറിയാവുന്ന പല കൗൺസിലർമാരുടെയും മനസ്സിൽ, അതുപോലെ തന്നെ മധ്യതലത്തിലുള്ള പല നേതാക്കളുടെയും മനസ്സിൽ ഒക്കെ, മൂത്താൻ തറയിലെ തന്നെ പല നേതാക്കളുടെയും മനസ്സിൽ ഈ ഒരു വികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വികാരം ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തയ്യാറായില്ല എന്നിടത്താണ് പ്രശ്നത്തിന്റെ തുടക്കം. നമുക്കറിയാം,
കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ ഡൗൺ ടു എർത്ത് ആണ്. പാലക്കാടിനെ ഏറ്റവും വ്യക്തിപരമായിട്ട് പാലക്കാട്ടുകാരെയും പാലക്കാട് നഗരത്തെയും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന, ഉൾക്കൊള്ളുന്ന വ്യക്തിബന്ധങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് ഈ പാലക്കാട് ഒരു വലിയ സ്ഥാനമുണ്ട്. നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘടനാ പദവികൾ നൽകുമ്പോഴൊക്കെയും കൃഷ്ണകുമാറിന് മുന്തിയ പദവി നൽകുന്നു. ഇനി മത്സരം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് രംഗം വരുമ്പോഴും ആ ഘട്ടത്തിലും കൃഷ്ണകുമാർ പലപ്പോഴും കൂടുതൽ പരിഗണിക്കപ്പെടുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു, അസംബ്ലിയിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു, അതുപോലെ തന്നെ മറ്റ് നഗരസഭയിലേക്ക് വരുമ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ സ്ഥാനാർത്ഥിയാകുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൃഷ്ണകുമാറിനെ പിന്തുണയ്ക്കുന്നവരോ എപ്പോഴും മുൻപന്തിയിലെത്തുന്നു. അവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നൊരു തോന്നൽ പാലക്കാട്ടെ BJP നേതാക്കൾക്കിടയിലും പാലക്കാട്ടെ പ്രവർത്തകർക്കിടയിലും. മാത്രമല്ല, ഈ സുരേന്ദ്രന്റെ ഈ അപ്രമാദിത്വം, ഏത് ഘട്ടത്തിലും സുരേന്ദ്രൻ കൃഷ്ണകുമാർ ആ ഒരു കോംബോ ഉണ്ടാകുന്നു. ആ ദ്വന്ദ്ം എപ്പോഴും പാലക്കാടൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായി നിലയുറപ്പിക്കുന്നു. അവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നവർ മാത്രം സ്ഥാനാർത്ഥികളാകുന്നു എന്നൊരു തോന്നൽ അവിടെയുണ്ട്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഈ കൃഷ്ണകുമാർ തോന്നലാണോ അതൊരു യാഥാർത്ഥ്യമാണോ ശ്രീ ജോർജ് പൊടിപ്പാറ? യാഥാർത്ഥ്യമാണല്ലോ. നമ്മൾ നോക്കുമ്പോൾ സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ സാധാരണ BJP പ്രവർത്തകർ അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇപ്പൊ പാർലമെന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ കൃഷ്ണകുമാർ മത്സരിച്ചു. അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ മത്സരിച്ചു. ഇപ്പൊ ഇതാ വീണ്ടും പാലക്കാട് അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകും. അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു. ഒരു പരിധി വരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അവരുടെ പേര് ശക്തമായി വന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ആ മോഹം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പകരം മറ്റൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി വന്നു എന്നതൊക്കെ പാലക്കാടൻ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമുക്ക്. അപ്പോൾ അവിടെയാണ് ഈ സന്ദീപ് വാര്യരുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് അധികം ചർച്ച ചെയ്യാൻ എനിക്കും താല്പര്യമുള്ളതല്ല, കാരണം ദിവസങ്ങളോളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. എങ്കിൽ പോലും അവിടെ സന്ദീപ് വാര്യരെ പോലുള്ളവർ പിണങ്ങിപ്പോയി, മറ്റുള്ളവർ പിണക്കം ഉള്ളിൽ കൊണ്ടു നടന്നു. അവിടെയാണ് പ്രശ്നം വന്നത്. അത് പറയാം. അതായത് സന്ദീപ് വാര്യർ പോയപ്പോ അവരത്ര ഗവനിച്ചില്ല. ഒരു ഘട്ടത്തിലെങ്കിലും, ആദ്യഘട്ടത്തിൽ നിന്ന് പകച്ചെങ്കിലും, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ വൈകാരികമായ ആ പോസ്റ്റൊക്കെ കുറച്ച് ചലനങ്ങൾ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടായെങ്കിലും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് നിഷ്പക്ഷരായ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ, കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും പറഞ്ഞതെന്താ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് അസമയത്താണ്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് അതിലൂടെ നഷ്ടമായോ എന്നൊരു സംശയം പോലും പലരും പ്രകടിപ്പിച്ചു. സന്ദീപ് വാര്യർ ഘടകം BJPയിൽ ഒരു നിരക്കും ഒരു സ്വാധീനവും ചെലുത്തില്ല, വോട്ടിനെ സ്പർശിക്കുക പോലുമില്ല. മറിച്ച് എന്താ സംഭവിച്ചത്? സന്ദീപ് വാര്യർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസ് അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിലൂടെ സത്യം പറഞ്ഞാൽ പാലക്കാടൻ രാഷ്ട്രീയത്തിൽ BJPയിൽ ഉണ്ടായിരുന്ന ആ ചില പിണക്കങ്ങളൊക്കെ മാറുകയും BJP ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയും അവസാന ഘട്ടത്തിൽ RSS ആണ് പ്രചരണം ഏറ്റെടുത്തത്. അതുവരെ നഗരസഭയിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ നഗരസഭയിലും ചെതറുമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഇടർച്ച ഉണ്ടാകുമെന്ന് കരുതിയ മേഖലകളെല്ലാം, മൂത്താന്തറ ഉൾപ്പെടെയുള്ള കൽപ്പാത്തി പോലെയുള്ള മേഖലകളിലെല്ലാം അതുവരെ ഇല്ലാത്ത പ്രചരണത്തിന്റെ ഒരു എന്താ പറയാ, തീവ്രമായ രീതിയിൽ വീട് തോറും RSS സ്ക്വാഡുകൾ കയറി ഇറങ്ങുന്നു, BJP സ്ക്വാഡുകൾ കയറി ഇറങ്ങുന്നു. എല്ലാ അർത്ഥത്തിലും ഉഴുതുമറിക്കുന്ന, ഇളക്കി മറിക്കുന്ന, ആരെങ്കിലും ഒന്ന് ആടി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന രീതിയിൽ, അവരെ ചേർത്തണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രചണ്ഡമായൊരു പ്രചരണം നടന്നു. അതുകൊണ്ട് ഉർവശി ശാപം ഉപകാരമായി തീർന്നു എന്നുള്ളാലെങ്കിലും BJP നേതാക്കൾ വിശ്വസിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അത് പോളിംഗിന് തൊട്ട് മുമ്പുള്ള ദിവസവും പോളിംഗ് ദിവസമൊക്കെ അവരങ്ങനെയാണ് വിചാരിച്ചതും വിശ്വസിച്ചതും. അതുകൊണ്ടാണ് താങ്കൾ തുടക്കത്തിൽ പറയുന്ന K. സുരേന്ദ്രന്റെ പോസ്റ്റ് ഉണ്ടായതും. മാത്രമല്ല, നഗരപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എന്ന് ഒരു ധാരണയും തുടക്കത്തിൽ അവർക്കുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സന്ദീപ് വാര്യർ ഘടകം ഉണ്ടായി എന്നത് സത്യമാണ്. മാത്രമല്ല, BJPയോട് ഇടഞ്ഞു നിന്ന, നേരത്തെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച ആ BJPയിലെ നേതാക്കളുടെ മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം BJPക്ക് ഗണ്യമായ, നേരത്തെ പറഞ്ഞല്ലോ,
ചെയർപേഴ്സന്റെ വാർഡിൽ, വൈസ് ചെയർപേഴ്സന്റെ വാർഡുകളിൽ, ചില എന്താ പറയാ ചില കൗൺസിലർമാരുടെ വാർഡുകളിൽ BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ കൽപ്പാത്തി പോലുള്ള മേഖലകൾ ഒന്ന് ആലോചിച്ച് നോക്കാം. മൂത്താന്തറ ഉൾപ്പെടുന്ന ആ വാർഡുകൾ എണ്ണി 5ാം റൗണ്ടിലോ 6ാം റൗണ്ടിലോ 1414 വോട്ടിന് ഒരു ഘട്ടത്തില് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തപ്പോ ആ ഒരു റൗണ്ടിൽ മാത്രമാണ് ആ ലീഡ് മറികടന്ന് വീണ്ടും 900ഓളം വോട്ടിന് BJP കൃഷ്ണകുമാർ ലീഡിലെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. യഥാർത്ഥത്തിൽ ആ റൗണ്ടിലാണ് BJPക്ക് ഒരു 2500 വോട്ടിന്റെ ലീഡ് കിട്ടിയത്. അത് വിട്ടാൽ അതിന് മുമ്പോ അതിന് ശേഷമുള്ള റൗണ്ടുകളിൽ ഒന്നും BJPക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അവർ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല. അപ്പൊ എന്തുകൊണ്ടത്? എവിടെയൊക്കെയോ പിഴച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ, കൃഷ്ണകുമാർ എന്ന നേതാവിനെ ഉൾക്കൊള്ളാൻ പാലക്കാട്ടെ പാർട്ടി തയ്യാറായില്ല. അതുകൊണ്ടാണ് നഗരസഭാ മേഖലയിൽ BJP ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 4590 വോട്ടിന്റെ ചോർച്ചയുണ്ടായത്. അല്ലാതെ വെറുതെ സംഭവിക്കൂ? ഒരിക്കലും സംഭവിക്കാം. നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആ വലിയ എന്താ പറയാ സ്റ്റാൾവാർട്ടായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 6000 അല്ലെങ്കിൽ 8000-9000 പേഴ്സണാലിറ്റി വോട്ട് കിട്ടി എന്ന് പറയുന്ന BJP ഏതെങ്കിലും ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നോ? അന്ന് കിട്ടാതെ പോയ വോട്ടുകൾ പോലും, അന്ന് ചോർച്ചയുണ്ടായ മേഖലകളിൽ പോലും ഞങ്ങൾ എല്ലാ പഴുതുമടച്ച് ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോളിംഗ് ബൂത്തിൽ എത്തിച്ചു. ഒന്നും ഞങ്ങൾക്ക് പേടിക്കാനില്ല. ഞങ്ങൾ അങ്ങേറ്റം 100% കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ആ പോളിംഗിന് ശേഷം കെ സുരേന്ദ്രനും കൃഷ്ണകുമാറും മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളോട് പ്രതികരിച്ചതൊക്കെ. പിന്നെ എവിടെയാണ് ഇത് സംഭവിച്ചത്? അവർക്ക് കാണാൻ കഴിയാതെ പോയ എന്താ പറയാ അടിയൊഴുക്കുകളാണ്. ആ അടിയൊഴുക്കുകൾ എന്ന് പറയുന്നത് BJPക്ക് അകത്ത് തന്നെ ഉണ്ടായ അടിയൊഴുക്കുകളാണ്. ആ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് BJPയുടെ പരാജയം തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്നിട്ട് ഏത് രീതിയിലാണ് പ്രതികരിച്ചതെന്നും എത്രത്തോളം സിൻസിയർ ആയിട്ട് അവരവിടെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിയെന്നും, അതുപോലെ കൃഷ്ണദാസിനെ പോലെയുള്ള MT രമേശിനെ പോലുള്ളവരെയൊക്കെ എത്ര കണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്ര കണ്ട ആത്മാർത്ഥമായിട്ട് അവർ രംഗത്തിറങ്ങി എന്നുള്ള ചോദ്യം എല്ലാം പ്രസക്തമാണ്. മാത്രമല്ല, ഇവർ പിരായിരിയിലൊക്കെ ഇക്കുറി ഒരിക്കലും ഉണ്ടാകാത്ത പോലെ RSS വളരെ ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷെ അതുകൊണ്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. മാത്തൂരും കണ്ണാടിയിലും ഒക്കെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത അളവിൽ BJPയുടെ പ്രചരണം നടന്നു. പക്ഷെ ഇതൊന്നും എന്താ പറയാ ഫലവത്തായില്ല. അവർ പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക്, റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ BJP അതിശക്തമായി തന്നെ അത് ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, കൃത്യമായി തന്നെ ഒരു ആത്മപരിശോധന, ഒരു ഇന്റേണൽ പരിശോധന, ആഭ്യന്തര പരിശോധന നടത്തണം. ആ പരിശോധനയാണ് BJP ഇനി ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അവിടെ ശ്രീ കൃഷ്ണദാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ, അതായത് ഈ അടിയൊഴുക്കുകൾ അറിയാതെ പോയി എന്ന് പറയാൽ അത് പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ടായ അടിത്തട്ടിലുണ്ടായ വോട്ട് ചോർച്ച എന്നതാണ്. അതാണ് ശ്രീ ശിവരാജനെ പോലെയുള്ളവർ പറഞ്ഞത്. അതായത് ഈ നേതാക്കൾ, അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നേതാക്കൾ ഇങ്ങനെ വേദികളിൽ മാത്രം നിറഞ്ഞു നിന്നാൽ പോരാ, താഴെത്തട്ടിലെ വികാരം കൂടി മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാകുന്ന ഒന്നാണ്. ഈ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗം നേതാക്കളും അവർക്ക് ചുറ്റുമുള്ളവരും മാത്രം തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു വിഭാഗം, അതായത് സാധാരണ BJP സംബന്ധിച്ചിടത്തോളം അധ്യക്ഷ പദവിക്ക് അടക്കമൊരു കാലപരിമിതിയുണ്ട്. അതിനുശേഷവും ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തുടരുന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതേ നേതൃത്വം തന്നെ ഇതേ നിലയിൽ മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമോ ശ്രീ കൃഷ്ണദാസ്? അഭിലാഷേ, ബഹുമാനപ്പെട്ട ശ്രീ ജോർജും അതുപോലെ തന്നെ മിഥുനും ശ്രീ ഷാബുവും ഒക്കെ സൂചിപ്പിച്ച വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ വിലയിരുത്തലുകളും ഒക്കെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതേസമയം തന്നെ ചില സംഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെ കാണാതെ പോയിക്കൂടാ. ഇപ്പോ ശ്രീ ജോർജ് സൂചിപ്പിച്ചതും അങ്ങനോട് ചോദിച്ചതുമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് BJPയുടെ വോട്ടുകൾ ചോർന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി സൂചിപ്പിക്കുന്നത് BJPക്ക് അകത്ത് നിന്ന് ചോർന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പോ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് അനുമാനങ്ങളാണ്. ആ അനുമാനങ്ങളും ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൂട്ടലുകളുമാണല്ലോ രാഷ്ട്രീയത്തിൽ വോട്ടുകൾ മാറുമോ
അതനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാകുമോ എന്നൊക്കെ കണക്കാക്കുന്നത്. ആ. പക്ഷെ വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഒരു അടിയൊഴുക്കിനെ സംബന്ധിച്ചോ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചിനെ സംബന്ധിച്ചോ ഒക്കെ കണക്ക് കൂട്ടുക എന്നുള്ളത് തെറ്റുമ്പോഴാണ് നമ്മളുടെ ഫലം തെറ്റിപ്പോകുന്നത്. ഉദാഹരണത്തിന് പാലക്കാടിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു വലിയ ട്രെൻഡ് ഉണ്ട്. ബി.ജെ.പി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിക്കാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള താഴെത്തട്ടിലുള്ള ഒരു പ്രചരണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ബി.ജെ.പി വിരുദ്ധരായിട്ടുള്ള ബി.ജെ.പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ശക്തമായ കൂട്ടായ്മയുണ്ട്. ശ്രീ രാഹുൽ ജയിച്ച സമയത്ത്, യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ച സമയത്ത് പാലക്കാട് കണ്ട ആദ്യത്തെ പ്രകടനം യു.ഡി.എഫിന്റേതായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് കണക്കാക്കുന്ന ആളുകൾ, ആ ആളുകൾക്കിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ടാകണം, സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകണം. ഉദാഹരണത്തിന് തൃശ്ശൂർ പോലെയുള്ള ഒരു പാർലമെന്റ് മണ്ഡലം, നേരത്തെ ശ്രീ ഷാബു സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഒരു സമയത്ത് ഉണ്ടാകാതിരുന്ന ഒരു മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റത്തോടൊപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനത്തിന്റെ കൂടി മാറ്റമാണ്. ഇത് പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ, പാലക്കാട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിക്കകത്ത് ഒരു അസ്വാരസ്യവുമില്ല. പിന്നെ വ്യക്തികളെ സംബന്ധിച്ച്, അത് എനിക്കാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും മറ്റു വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ എല്ലാവർക്കും മത്സരിക്കണമെന്ന് രാഷ്ട്രീയത്തിൽ ആഗ്രഹം ഉണ്ടാകും, സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. നേരത്തെ ശ്രീ ജോർജ് സൂചിപ്പിച്ച ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ, അദ്ദേഹം സൂചിപ്പിച്ച നേതാക്കന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരെല്ലാം പാലക്കാട് ഈ തവണ മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന ആളുകളാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അങ്ങനെ ബി.ജെ.പിക്കകത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അതിന്റെ പഞ്ചായത്ത് മുതലുള്ള ആളുകളോട്, അതിന്റെ ചുമതലക്കാരോട് ചോദിക്കുക, മണ്ഡലത്തിന്റെ ചുമതലക്കാരോട് ചോദിക്കുക, ജനറൽ സെക്രട്ടറി മുതലുള്ള ആളുകളോട് അതിന്റെ അഭിപ്രായങ്ങൾ തേടുക, പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം തേടുക, സംസ്ഥാന നേതൃത്വം അതനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുക, പാർലമെന്ററി പാർട്ടി ബോർഡ് അത് തീരുമാനിക്കുക. ആ ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ് പാലക്കാടും നടന്നിട്ടുണ്ട്. പിന്നെ പാലക്കാട് കൃഷ്ണകുമാർ എല്ലാ ഇലക്ഷനും മത്സരിച്ചു എന്നാണ് ശ്രീ ജോർജിന്റെ വിമർശനം. ഞാൻ തിരിച്ചു അദ്ദേഹത്തോടൊന്ന് ചോദിക്കുന്നത്, എത്രയോ വർഷം നമ്മുടെ കേരളത്തിൽ 50ഉം 40ഉം 30ഉം ഒക്കെ വർഷങ്ങൾ നിരന്തരമായി ചില കോൺഗ്രസ്സുകാർ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ലേ, ഇടതുപക്ഷക്കാർ മത്സരിക്കുന്നില്ലേ? അപ്പൊ ബി.ജെ.പിക്കകത്ത് നിരന്തരമായി നിങ്ങൾ നോക്കിക്കോളൂ, ബി.ജെ.പിക്കകത്ത് അങ്ങ് പറഞ്ഞ പേരുകൾ അടക്കമുള്ള നേതാക്കന്മാർ ഇവർ ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നവരാണോ? ഈ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ 3 സ്ഥലത്തേക്ക് ബി.ജെ.പിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അവരുടെ ചുമതലക്കനുസരിച്ച് വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടും മാറി മാറി ചുമതലകൾ നോക്കുന്നു. നിങ്ങൾ പേര് പറഞ്ഞ എല്ലാ നേതാക്കന്മാരും ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി, പ്രചരണത്തിന്റെ ഭാഗമായി ഉള്ള ആളുകളാണ്, ചുമതല നോക്കുന്ന ആളുകളാണ്. പിന്നെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും എല്ലായ്പ്പോഴും മുൻപിൽ വന്ന് നിരന്തരമായി ഒരു നേതൃത്വപരമായിട്ടുള്ള മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പ്രവർത്തിക്കുന്ന രീതി ബി.ജെ.പിയുടെ രാഷ്ട്രീയ സംവിധാനത്തിനകത്തില്ല. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പൂർത്തിയാക്കാൻ, ഒരു മിനിറ്റ് കൂടി പൂർത്തിയാക്കാം. അപ്പൊ ബി.ജെ.പിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയനത്തിന് എടുത്തിട്ടുള്ള ഏതൊരു സമയത്തും എടുക്കുന്ന പ്രോസസ്, ആ പ്രോസസ് പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥി നിർണയനത്തെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്ഥാനാർത്ഥി നിർണയനത്തോട് തീരുന്ന കാര്യങ്ങളാണ്. പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ വോട്ട് കുറയുമ്പോൾ നമുക്ക് എന്തും പറയാം, എന്ത് വിമർശനം ഉയർത്താം. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ബി.ജെ.പിക്കകത്തും അത് ഒരു കാര്യം, ഒറ്റ ചോദ്യം അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കുന്നു. വളരെ പെട്ടെന്ന്. ചേലക്കരയിൽ ഇല്ലാത്തൊരു വികാരം, അതായത് ബി.ജെ.പി അതിന്റെ സമസ്ത ശക്തിയും ഉപയോഗിച്ച് പൊരുതുന്നു, വളരെ ശക്തമായി പ്രചരണം നടത്തുന്നു, ഒരു കല്ല് ഇളക്കാൻ ബാക്കിയില്ല എന്ന് പറഞ്ഞതുപോലെ അത്രത്തോളം ശക്തമായ ഒരു പ്രചരണം നടത്തിയിട്ടും പിന്നെ എന്ത് കാരണത്താലാണ് ഈ കൃഷ്ണകുമാറിന് നഗരസഭയിലുള്ള ബി.ജെ.പിക്ക് നഗരസഭയിലുള്ള മേധാവിത്വം ഇത്രത്തോളം നഷ്ടമാകുന്നത്? അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഞാൻ അങ്ങയോട് വേറൊരു ഉദാഹരണം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. മഞ്ചേശ്വരത്ത് ശ്രീ കെ.ജി. മാരാർ നേരത്തെ പരാജയപ്പെട്ടത് വെറും 1081 വോട്ടുകൾക്കാണ്. അതിനുശേഷം ശ്രീ കെ. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം 89 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. പക്ഷെ പിന്നീട് കെ. സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിച്ചു. ആ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ എത്രയോ ഇരട്ടി വോട്ടുകളാണ് കുറവുണ്ടായത്. അപ്പൊ രാഷ്ട്രീയത്തിൽ അതാ ഞാൻ സൂചിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഈ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്ന വളരെ രസകരമായ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരികയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 20 വോട്ടിന്റെ കുറവുണ്ടായുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 20 വോട്ട് കിട്ടിയാൽ മതി, ഞാൻ ജയിക്കും. അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ അങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അതാ ഞാൻ സൂചിപ്പിച്ചത്, പാലക്കാട് ബി.ജെ.പി ജയിക്കാൻ പാടില്ല എന്ന് നിശ്ചയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രകടനമാണ് ആദ്യം കണ്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. യു.ഡി.എഫ് ജയിച്ചപ്പോൾ കോൺഗ്രസുകാരെക്കാൾ മുൻപ് പ്രകടനം നടത്തിയ ആളുകൾ, ആ ആളുകളുടെ കൂട്ടായ്മ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ ജനങ്ങളോട്
നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ മെസ്സേജ് നേരത്തെ ശ്രീ എ കെ ആന്റണിയും ശ്രീ വി എസും എല്ലാം നടത്തിയിട്ടുള്ളതിന് സമാനമായിട്ടുള്ളതാണ്. അതായത് ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം എടുത്തു പറയുകയില്ലേ. ഇത് നേരത്തെ ശ്രീ എ കെ ആന്റണി സൂചിപ്പിച്ചിട്ടുണ്ട്, ശ്രീ വി എസ് അച്യുതാനന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ശൈലി UDF സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിച്ചത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് അതിന് മാറ്റമുണ്ടായി, BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായത്. അതിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ BJPയുടെ രാഷ്ട്രീയ പരാജയത്തെ സംബന്ധിച്ചോ വിലയിരുത്തും, ചർച്ച ചെയ്യും. ശ്രീ ജോർജ് അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ച അഭിപ്രായങ്ങൾക്ക് വളരെ പ്രസക്തിയുള്ളതാണ്. ശ്രീ ഷാബ് സൂചിപ്പിച്ചതും ശ്രീ മിഥുൻ സൂചിപ്പിച്ചതെല്ലാം പ്രസക്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതെല്ലാം ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്ക് BJP ചർച്ച ചെയ്യും, BJPയുടെ നേതൃത്വം ചർച്ച ചെയ്യും, പരിഹരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഞങ്ങളുടെ പാഠമായി മാറും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്കൊരു സംശയം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സമയപരിമിതി മൂലമാണ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഉണ്ടായില്ല. അതാത് മണ്ഡലങ്ങൾ നിലനിർത്തുക തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്തത്. എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ച് കയറാൻ അവർ ഏറ്റവും കൂടുതൽ സാധ്യത പുലർത്തിയിരുന്ന പാലക്കാട് അത് സാധിച്ചില്ല എന്നതും വലിയ വോട്ടന്തരത്തിലാണ് അവരുടെ തോൽവി എന്നതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടി വന്നത്. പാലക്കാട് BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയോ എന്ന ഓൺലൈൻ വഴിയുള്ള ചോദ്യത്തിന് 54,000-ലധികം പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തി. അതിൽ 83% പ്രേക്ഷകരും BJPയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയി എന്നാണ് അഭിപ്രായപ്പെടുന്നത്. 15% അല്ല എന്ന് പറയുമ്പോൾ 2% പ്രേക്ഷകർ നിഷ്പക്ഷ നിലപാടും സ്വീകരിക്കുന്നു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.